നടിയും ബിഗ് ബോസ് താരവുമായ ലക്ഷ്മി പ്രിയ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയൊരു അഭിമുഖം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ ഓൺലൈൻ അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യം എങ്ങനെയാണ്, ഇവർ മുൻപ് ഒരു മുസ്ലിം മതവിശ്വാസിയായി സബീന എന്നായിരുന്നു പേര്, പിന്നീട് 18-19 വയസ്സിൽ വിവാഹം കഴിഞ്ഞപ്പോൾ ഇവരുടെ പേര് ലക്ഷ്മി പ്രിയ എന്നായി. ഇവർ പറയുന്നൊരു കാര്യം, ഞാൻ ഒരിക്കലും ഖുർആൻ പഠിച്ചിട്ടില്ല, ഞാനൊരു മുസ്ലിം ആയിട്ടുള്ളൊരു ലൈഫ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഒരു അറബി അക്ഷരങ്ങൾ, അറബി പുസ്തകങ്ങൾ കാണുമ്പോൾ എനിക്ക് ജിലേബി പോലെയാണ് തോന്നുന്നത്. അതായത് ഒരു പഴകിയ വസ്ത്രം നമ്മൾ ഉപേക്ഷിച്ച് ഒരു പുതിയ വസ്ത്രം ധരിച്ചതുപോലെയാണ് ഇസ്ലാമിൽ നിന്ന് മാറി ഞാൻ ഹിന്ദു ആയപ്പോൾ ഫീൽ ചെയ്തത് എന്നുള്ള ലക്ഷ്മി പ്രിയ പറയുന്നത്. അത് ലക്ഷ്മി പ്രിയയുടെ ഉമ്മയുടെ വീട്ടുകാർ കനത്ത വിശ്വാസികളായിരുന്നു, ഭയങ്കര ഓർത്തഡോക്സ് ആളുകളായിരുന്നു. പക്ഷേ ഇവരുടെ ഫാദർ, ഉപ്പാൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ആദ്യമേ ചെറുപ്പത്തിൽ തന്നെ ഹിന്ദുമത ആചാരങ്ങളുമായിട്ടും അനുഷ്ഠാനങ്ങളുമായിട്ടും വളരെയധികം ബന്ധപ്പെടുത്തിയിരുന്നത്രേ. അതായത് ഇവരുടെ ഉപ്പയുടെ ഉമ്മയൊക്കെ 10 കിതാബൊക്കെ പഠിച്ച നല്ല ദീനിയായ ഒരു ഉമ്മയായിരുന്നു. ഒരിക്കൽ പോലും ഒരു മുസ്ലിം സ്വത്വം തൻ്റെ ലൈഫിൽ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടില്ല, ഖുർആൻ ഞാൻ ഒരിക്കലും ഓതിയിട്ടില്ല. ഇങ്ങനെയുള്ള ചില പ്രസ്താവനകളാണ് ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ലക്ഷ്മി പ്രിയ നൽകിയത്. ഇത് ഭയങ്കര വൈറലാണ്. അവർ പറയുന്നൊരു കാര്യത്തിലാണ്, എനിക്ക് ഇസ്ലാമിൽ നിന്ന് ഉപേക്ഷിക്കാനേ ഞാനൊരു പക്ഷേ ഒരു ഹിന്ദു യുവാവിനെ, ജയേഷ് എന്നവരുടെ ഭർത്താവിൻ്റെ പേര്, അയാൾ സംഘിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അയാളെ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രമല്ല ഞാൻ ഹിന്ദുവായത്, അല്ലെങ്കിലും എൻ്റെ ഉള്ളിലൊരു ഇസ്ലാമിക സ്വത്ത് ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രസ്താവന നമുക്ക് നൽകുന്നൊരു പാഠം, നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ ഏത് മതക്കാരായിക്കോട്ടെ, ഹിന്ദു മതവിശ്വാസിയാണെങ്കിലും മുസ്ലിം മതവിശ്വാസിയാണെങ്കിലും അവരവരെ മതത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുക. ഈ ലക്ഷ്മി പ്രിയ എന്ന സബീന ചെറുപ്പത്തിലേ അവരുടെ ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ വിശ്വാസങ്ങളെ പരിഗണിക്കാതെ മറ്റു മതവിശ്വാസങ്ങളെയാണ് അവരുടെ ഉള്ളിൽ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. ഫലം എന്തുണ്ടായി? അവർ സ്വാഭാവികമായിട്ടും ഒരു മുഷിഞ്ഞ വസ്ത്രം ഒഴിവാക്കിയിട്ടൊരു പുതുവസ്ത്രം ധരിക്കുന്നൊരു ഫീലിംഗ് ആണ് അവർക്ക് മതം മാറിയപ്പോൾ ഉണ്ടായത്. അവർക്ക് ഖുർആനെന്ന് കേൾക്കുമ്പോൾ ഒരു പുച്ഛ. ഈ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നൊരു മാസത്തിൽ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ പാരായണം ചെയ്യുന്ന ലോകത്ത് ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ, അത് വിശുദ്ധ ഖുർആനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്തട്ടോ, വിശുദ്ധ ഖുർആൻ. കാരണം ലോകത്തെ എല്ലാ ആളുകളും ഓതും. ഇപ്പോൾ ക്രിസ്മസ് വന്നാലും ബൈബിൾ ഓതുന്നതിനേക്കാൾ, രാമായണം കർക്കിടക മാസം വന്നാൽ രാമായണം ഓതുന്നതിനേക്കാൾ ലോകത്ത് റമദാൻ വന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങളും ഒരു തവണയെങ്കിലും ഓതാത്ത ആളുകൾ ഉണ്ടാവില്ല. അത്രയും അധികം പാരായണം ചെയ്യുന്നൊരു ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ബോധപൂർവമാണ് ഈ ഒരു വാർത്ത ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഇടം പിടിച്ചത്. അതുകൊണ്ട് പറയുന്നു, അവനവൻ്റെ മക്കളെ അവനവൻ്റെ മതശീലങ്ങൾ എന്ത് ചെയ്യുക കൊണ്ട് ആചാരങ്ങളൊക്കെ പഠിപ്പിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അവനവൻ്റെ ശീലങ്ങളിലേക്ക്, അവനവൻ്റെ ഉള്ളിലേക്ക് അവനവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇറങ്ങിച്ചെന്ന് നല്ല വ്യക്തിയാവാൻ വേണ്ടി, നല്ല ഹിന്ദു ഉണ്ടാവട്ടെ, നല്ല മുസ്ലിം ഉണ്ടാവട്ടെ, നല്ല ക്രിസ്ത്യാനി ഉണ്ടാവട്ടെ, അവനവൻ്റെ വിശ്വാസങ്ങൾ നേരെയാകാതിരിക്കുമ്പോഴാണ് മറ്റു മതങ്ങൾ മോശമാണ്, മറ്റു മതങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ് വർഗീയത.